ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഞാനിന്നൊരു ചീപ്പൊക്കെ പിടിച്ചിട്ട് വന്നിട്ടുണ്ട്. വന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസമായിട്ട് എന്നെ അലട്ടുന്നൊരു പ്രശ്നമാണ് താരൻ. വീഡിയോ എടുക്കുന്നതിനിടയ്ക്ക് എന്തോ ഒരു സൗണ്ട് കേട്ടോ, ഒന്ന് നോക്കാൻ പോയത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് താരൻ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് എന്നെ ഇങ്ങനെ താരൻ ഭയങ്കരമായിട്ട് ശല്യം ചെയ്യുക. താരൻ കൊണ്ടുള്ള ശല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, താരനുണ്ടെങ്കിൽ അത് അവിടെ വെറുതെ അടങ്ങിയിരിക്കുകയാണെങ്കിൽ പോട്ടെ, അതെന്നെ മുടി കൊഴിയിക്കാൻ തുടങ്ങി. എനിക്ക് എൻ്റെ മുടി കൊഴിയുന്നതാണ് ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നോർമലായിട്ട് താരൻ്റെ മുടി കൊഴിയുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ടെൻഷൻ അടിച്ചും കൂടെ കുറേ മുടി കൊഴിയിപ്പിക്കും. അപ്പോൾ എന്നാൽ ഞാനൊന്ന് എങ്ങനെയെങ്കിലും അത് കളയണമെന്നുള്ള ഒരു രീതിയിൽ ഞാൻ സാധാരണ താരൻ പോകാൻ വേണ്ടിയിട്ട് ചെയ്യാറുള്ള ഒരു റെമഡി ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ എന്നാൽ നിങ്ങൾക്കും കൂടെ പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ച് ഇപ്പോൾ വീഡിയോ കൂടെ എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് താരനുള്ളവർക്ക് വേണ്ടിയൊക്കെ ഒരുപാട് ഉപകാരപ്പെടും ഈ വീഡിയോ. പെട്ടെന്നൊന്നും പോകുന്ന ഞാൻ പറയുന്നില്ല, നമുക്ക് ആഴ്ചയിൽ ഒരു 2 ദിവസമൊക്കെ വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ താരൻ നല്ല രീതിയിൽ പൊക്കോളും. പിന്നെ ഇടയ്ക്കൊക്കെ താരൻ വരുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു റെമഡി ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ താരൻ വ്യാപിക്കാതെ മാറിക്കിട്ടും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ആദ്യം ആവശ്യമുള്ളത് കുറച്ച് തൈരാണ്. അധികം പുളിയില്ലാത്ത തൈര് നോക്കിയെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഒരു ബൗൾ എടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഓരോരുത്തരുടെ മുടിയുടെ അളവിനെ അനുസരിച്ച് ആവശ്യത്തിനുള്ള തൈര് എടുക്കുക. തൈരിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല. പിന്നെ അതിനകത്തേക്ക് നമുക്ക് ആവശ്യം കുറച്ച് ഒരു ടീസ്പൂണോളം നാരങ്ങാ നീരാണ്, അതും പിഴിഞ്ഞു കൊടുക്കുക. അതിനുശേഷം പിന്നെ നമ്മൾ ഏത് ഓയിലാണോ നമ്മൾ ഡെയിലി യൂസ് ചെയ്യാറ്, ഇപ്പോൾ ഓരോരുത്തരും ഓരോ ടൈപ്പ് ഓഫ് ഓയിലായിരിക്കും യൂസ് ചെയ്യുന്നത്. അവരവർ യൂസ് ചെയ്യുന്ന ഓയിൽ ഏതാണോ അതും 1 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് മൂന്നും കൂടെ ഒന്ന് ഇതിനകത്തോട്ടേക്ക് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. നമ്മുടെ മുടിക്ക് അത് ഗുണം ചെയ്യും. എൻ്റെ കയ്യിൽ ഇപ്പം ക്യാപ്സ്യൂൾ ഇരിപ്പില്ല. ഇനി ഇത് മൂന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ തലയോട്ടിയിൽ പറ്റി പിടിച്ചിരിക്കുന്ന താരനെ ഒന്ന് ഇളക്കുക എന്നുള്ളതാണ്. ഞാൻ നഖം വെച്ചിട്ടൊന്ന് ചുരണ്ടുമ്പോൾ ആ പൊടികൾ ഇങ്ങനെ ഇളകി വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു പല്ലകന്ന ഒരു ചീപ്പ് എടുത്തിട്ട് നന്നായിട്ട് സ്കാൾപ്പിലൊന്ന് ചുരണ്ടി നമ്മുടെ പറ്റി പിടിച്ചിരിക്കുന്ന താരനെയൊക്കെ ഒന്ന് ഇളക്കിയെടുക്കണം. അതിന് ശേഷമാണ് നമുക്കിത് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ തലയോട്ടിലുണ്ടായിരുന്ന ആ ഒരു താരൻ്റെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ആ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് ചുരണ്ടി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത് സ്കാൾപ്പിൽ ഒട്ടിയിരുന്നൊക്കെ ആണെങ്കിൽ അതൊന്ന് സ്കാൾപ്പിൽ നിന്നൊന്ന് ഇളകി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അതെല്ലാം അപ്പോൾ ഈ സമയത്ത് നമ്മൾ തയ്യാറാക്കിയെടുത്ത നമ്മൾ ഈ ഒരു മിക്സ് നമ്മൾ തലയോട്ടിയിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ റെഡിയാക്കി എടുത്ത മിക്സ് നമ്മൾ തലയോട്ടിയിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാൻ പോവുകയാണ്. മുടിയിൽ തേക്കണ്ട, നമ്മൾ സ്കാൾപ്പിൽ മാത്രമായിട്ട് നല്ല രീതിയിൽ താരനൊക്കെ കൂടുതലുള്ള സ്ഥലത്തിൽ, ചൊറിച്ചിൽ കൂടുതലുള്ള സ്ഥലത്ത് നന്നായിട്ട് നല്ല എമൗണ്ടിലെടുത്തിട്ട് നന്നായിട്ട് തന്നെ സ്കാൾപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. നല്ല രീതിയിൽ മസാജ് ചെയ്ത് തന്നെ തേക്കാനായിട്ട് ശ്രമിക്കണം. നമ്മൾ ആദ്യം നന്നായിട്ടൊന്ന് സ്കാൾപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നീട് എടുത്തിട്ട് നമ്മുടെ 2 കൈ കൊണ്ടും നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ മിക്സ് നന്നായിട്ട് തലയോട്ടിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ 2 കൈ കൊണ്ട് നല്ല രീതിയിൽ അതൊന്ന് തലയോട്ടിൽ മസാജ് ചെയ്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് കാണാമായിരിക്കും, ഇത് താരം കൊണ്ട് കൊഴിയുന്ന എൻ്റെ മുടിയാണ്. മസാജ് ചെയ്ത സമയത്ത് ഊരി വന്നതാണ്. കണ്ടോ, നല്ല രീതിയിൽ മുടി കൊഴിയുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ നന്നായിട്ട് തലയിൽ അപ്ലൈ ചെയ്ത് ചൊറിച്ചിലൊക്കെ കൂടുതലുള്ള ഭാഗത്തായിട്ട് നല്ല രീതിയിൽ സ്കാൾപ്പിൽ മസാജ് ചെയ്ത് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു അരമണിക്കൂർ ഇതിങ്ങനെ തന്നെ കീപ്പ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പോയിട്ട് ഏറ്റവും ബെറ്റർ ചെമ്പരത്തി താളി ഉപയോഗിച്ച് കഴുകി കളയുന്നതാണ്. അല്ലാത്തവർ ചെമ്പരത്തി താളി അവൈലബിൾ അല്ലാത്തവർ ഷാമ്പൂ ഉപയോഗിച്ച് കഴുകിക്കളയും. എനിക്കിപ്പോൾ ചെമ്പരത്തി താളി ഉണ്ടാക്കാനുള്ള സമയമില്ല, അതുകൊണ്ട് ഞാൻ ഷാമ്പൂ ഉപയോഗിച്ച് തന്നെയാണ് കഴുകിക്കളയുന്നത്. പക്ഷേ ചെമ്പരത്തി താളി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെയും ഗുണങ്ങൾ നമ്മുടെ തലയ്ക്ക് കിട്ടും. അപ്പോൾ അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ, അതായിരിക്കും കുറച്ചുകൂടെ റിസൾട്ട് അത് ചെമ്പരത്തി താളി ഇട്ട് കഴുകിയാലേ കിട്ടത്തുള്ളൂ. അപ്പോൾ താരൻ്റെ ഭയങ്കരമായിട്ടുള്ള ശല്യമുള്ളവരൊക്കെ ഈ റെമഡി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തുടർന്നുള്ള വീഡിയോകളിൽ സപ്പോർട്ട് ഉണ്ടാവണം. എന്തൊക്കെ കണ്ടൻറ്റാണ് നമ്മൾ ചെയ്യണം എന്നുള്ളത് നിങ്ങളെ സജഷൻസ് പറയണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.